ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനത്തിന് മുന്നിൽ ശബരിമല അയ്യപ്പന് വേണ്ടി ഒരു ധർണ നടത്തേണ്ടി വരും, നാമയജ്ഞം നടത്തേണ്ടി വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. മാധ്യമപ്രവർത്തനത്തിൻ്റെ കാലഘട്ടത്തിലും ദേവസ്വം ബോർഡിൻ്റെയും രാഷ്ട്രീയ നേതാക്കളുടെയും പലതരം അഴിമതികളും കൊള്ളകളും ഒക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ശബരിമലയുടെ സ്വാമി അയ്യപ്പന്റെ സ്വത്ത് പട്ടാപ്പകല് കവർന്നെടുക്കുന്നത് കണ്ടു നിൽക്കേണ്ടി വന്ന ഒരു സാധാരണ ഹിന്ദുവിന്റെ വികാരമാണ് എനിക്ക് പങ്കുവെക്കാൻ. എല്ലാ ക്ഷേത്രങ്ങളിലും ഇതേ പ്രശ്നമുണ്ട്. എങ്ങനെയാണ് വിജയമല്യ കൊടുത്ത സ്വർണം ചെമ്പായി മാറിയത്? ഈ ചെമ്പുപാളിയായിട്ട് മാറിയത് ദേവസ്വം ബോർഡിലെ ഇടത്തരം ഉദ്യോഗസ്ഥന്മാരും ദേവസ്വം ബോർഡ് പ്രസിഡന്റും മാത്രം അറിഞ്ഞുകൊണ്ടുള്ള ഒരു കൊള്ളയാണെന്ന് കരുതുന്നില്ല. കാരണം ഇതിന് ഉന്നത രാഷ്ട്രീയ ബന്ധമുണ്ട്. ഈ ശബരിമല എന്ന് പറയുന്നത് 24 മണിക്കൂറും പോലീസിന്റെയും വിജിലൻസിന്റെയും ഒക്കെ നിരീക്ഷണത്തിലാണ്. ഹൈക്കോടതി നേരിട്ട് നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണർ ഉണ്ട് അവിടെ. ഇവരെന്ത് ചെയ്യുകയായിരുന്നു? തീർച്ചയായിട്ടും ശബരിമലയിലെ ഈച്ച അനങ്ങിയാൽ ഉടനെ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നടത്തുന്ന സ്പെഷ്യൽ ബ്രാഞ്ചുകാരൻ ഈ സംഭവം അറിഞ്ഞില്ല എന്ന് കരുതാൻ കഴിയുമോ? തീർച്ചയായിട്ടും ഇല്ല. സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസും മറ്റെല്ലാവരും ഈ സംഭവം അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പകൽക്കൊള്ളയ്ക്ക് പിന്നിൽ ശക്തമായ രാഷ്ട്രീയ ബന്ധമുണ്ട്. ഞാൻ ആരോപണം ഉന്നയിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അനുവാദമോ അനുമതിയോ അറിവോ ഇല്ലാതെ ഈ സംഭവം നടക്കില്ല. കാരണം പിണറായി വിജയന്റെ അടിമകളാണ് വാസവനും കടകംപള്ളി സുരേന്ദ്രനും. ഇവര് രണ്ടുപേരും എന്ത് ചെയ്താലും മുഖ്യമന്ത്രി അറിയും. അപ്പോ ഈ കിലോ കണക്കിന് വില വരുന്ന സ്വർണപ്പാളികൾ ശബരിമലയിൽ നിന്ന് കടത്തിയത് മുഖ്യമന്ത്രിയുടെ അറിവോ സമ്മതമോ അല്ലെ പാർട്ടിക്കാരറിയാതെയോ ആണെന്ന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ കേരള പോലീസിന്റെ അന്വേഷണം മതിയാവില്ല. ശബരിമല സ്പെഷ്യൽ പോലീസിന്, ശബരിമലയിലെ വിജിലൻസ് പോലീസിന് ഈ സംഭവം അന്വേഷിച്ചാൽ കേസെടുക്കാൻ പോലുമുള്ള അധികാരമില്ല. അതുകൊണ്ട് ഇതിന് അന്തർ സംസ്ഥാന ബന്ധമുണ്ട്. ഇവിടുന്ന് ഇളക്കിയ പാളികളും ക്ഷേത്രത്തിന്റെ വാതിലുകളും ഒക്കെ കൊണ്ടുപോയത് ബാംഗ്ലൂരിലും ചെന്നൈയിലും ഒക്കെയാണ്. അതുകൊണ്ട് ഈ അന്തർ സംസ്ഥാന ബന്ധം കൂടി ഉള്ളതുകൊണ്ട് ഇക്കാര്യത്തിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചേ മതിയാവും. ഇതിനകത്ത് CBI അല്ലെങ്കിൽ NIA അന്വേഷണം. ഇത് ഭഗവാന്റെ സ്വത്താണ്. ഇത് വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് ഹിന്ദു സംഘടനകൾ നീങ്ങും. ഞാൻ ഒരു കാര്യം കൂടി ഹിന്ദു സംഘടനകളുടെ മൊത്തം സംസ്ഥാന നേതൃത്വത്തിന്റെ പേരിൽ ഒരു കാര്യം കൂടി ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലുടനീളം ഹിന്ദു ക്ഷേത്രങ്ങളുടെ സ്വത്തും ഈ തരത്തിലുള്ള ആഭരണങ്ങളും കയ്യേറുകയും കൈമാറുകയും ചെയ്യുന്ന പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അതിശക്തമായ പ്രക്ഷോഭത്തിന് മാത്രമല്ല അതിശക്തമായ മുന്നേറ്റത്തിന് കൂടി തയ്യാറെടുക്കുകയാണ്. അതിന് മുഖ്യമന്ത്രി പിണറായി വിജയനെ വളരെ വ്യക്തമായിട്ട് ഒരു മുൻകരുതൽ അല്ലെങ്കിൽ താക്കീത് നിലയിൽ കൊടുക്കുകയാണ്. പാളയം ഗണപതി ക്ഷേത്രത്തിന് 98 സെന്റ് സ്ഥലമാണ് പ്രമാണത്തിലുള്ളത്. ഇപ്പോൾ 12 സെന്റ് സ്ഥലമേ ഉള്ളൂ. ബാക്കി സ്ഥലം ആര് കൊണ്ടുപോയി? ആ സ്ഥലം വീണ്ടെടുത്ത് നൽകിയേ മതിയാവും. ഈ തരത്തില് കേരളത്തിലുടനീളം പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള ഓരോ ക്ഷേത്രങ്ങളുടെയും സ്വത്ത് വീണ്ടെടുക്കാൻ ഹിന്ദു സംഘടനകൾ ഒറ്റക്കെട്ടായി സന്നദ്ധ ഭടന്മാരായി ഇറങ്ങാൻ പോവുകയാണ്. സന്നദ്ധ ഭടന്മാരെന്ന് പറയുന്നത് ഞങ്ങളുടെ ഭാഷയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചാവേറുകൾ എന്ന് പറയാം. ഈ ദേവസ്വം ബോർഡില് ഈ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്ത പത്മകുമാറിന്റെയും വാസുവിന്റെയും മുരാരിയുടെയും എല്ലാവരുടെയും വീടുകളിലേക്ക് ഈ സന്നദ്ധ ഭടന്മാരെത്തും. കട്ടുകൊണ്ടുപോയ മുഴുവൻ സ്വർണവും 41 ദിവസം അടുത്ത ഒരു മണ്ഡലത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കാനുള്ള നടപടി ഉണ്ടായില്ലെങ്കിൽ, സ്വമേധയാ കൊണ്ടുവച്ച് സമസ്താപരാധം പറഞ്ഞ് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഇതിന്റെ പ്രതികളായ മുഴുവൻ പേരുടെയും വീടുകളിലേക്ക് ഈ ഹിന്ദു സംഘടനകളുടെ സന്നദ്ധ ഭടന്മാരെത്തും.
അത് തടയാനും ചെറുക്കാനും പിണറായി വിജയന് കഴിയില്ല. കാരണം 1982 നിലക്ക പ്രക്ഷോഭത്തിൽ കണ്ടതാണ്. നിലക്ക പ്രക്ഷോഭത്തില് ശബരിമലയുടെ പൂങ്കാവനത്തില് കുരിശിടാൻ ശ്രമിച്ചപ്പോൾ അന്ന് അതിന് കള്ളസാക്ഷി പറഞ്ഞ ആർ ബാലകൃഷ്ണപിള്ള അടക്കമുള്ളവർക്ക് എന്ത് പറ്റിയെന്ന് നമ്മൾ കണ്ടതാണ്. ദേവസ്വം ബോർഡിന്റെ പൈസ, ഭഗവാന്റെ പൈസ മോഷ്ടിച്ച ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റും കഞ്ഞി കുടിച്ച് മരിച്ചിട്ടില്ല. അത് ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, എല്ലാവരെയും ഭക്തന്മാർക്കും ദേവസ്വം ബോർഡിലെ ജീവനക്കാർക്കും അറിയാം. അതുകൊണ്ട് ഈ സംഭവത്തിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങുകയും കട്ട സ്വർണം തിരിച്ചെത്തിക്കുക. 41 ദിവസം, ഒരു മണ്ഡലകാലത്തിനുള്ളിൽ തിരിച്ചെത്തിയില്ലെങ്കിൽ തീർച്ചയായും ഹിന്ദു സംഘടനാ പ്രവർത്തകർ സന്നദ്ധ ഭടന്മാരായി നിങ്ങളുടെ ഓരോരുത്തരുടെയും വീടുകളിലേക്ക് എത്തും. അത് പിണറായി ആയാലും കടകംപള്ളി ആയാലും വാസവനായാലും വാസു ആയാലും പത്മകുമാറായാലും അവരുടെ വീടുകളിലേക്ക് എത്തും. ഇത് താക്കീതാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി, നാമജപ യജ്ഞം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സ്വാമിജിയെ ക്ഷണിക്കുന്നു.